ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 94ാമത്തെ പാർട്ടാണ്. ഇനി തൊട്ട് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോറി ചിലപ്പോൾ ഉണ്ടാകില്ല. ഉണ്ടായാൽ തന്നെ വൈകിയായിരിക്കും പോസ്റ്റ് ആക്കുക. കാരണം എൻ്റെ ബ്രദറിൻ്റെ മാരേജാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓട്ടത്തിലാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? അവളുടെ ഓർമ്മകൾ പതിയെ 1.5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് ആരുവിനോടൊപ്പം വീട് വിട്ടിറങ്ങിയതിന് ശേഷം 1-2 ആഴ്ച പല സ്ഥലങ്ങളിലായി ചുറ്റിക്കറങ്ങി. എന്നാൽ അതൊന്നും തൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിവുള്ളവ ആയിരുന്നില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് വഴക്കു പറഞ്ഞു. ശിവയുമായുള്ള പ്രശ്നങ്ങളെ കുറച്ചൊന്ന് അവരോട് പറഞ്ഞില്ല. എന്നാൽ അധികം വൈകാതെ കാര്യങ്ങൾ അവർ അറിഞ്ഞു. അതിനിടയിൽ ശിവ പലതവണ കാണാൻ വന്നെങ്കിലും ഒന്നും കാണാൻ പോലും അനുവദിക്കാതെ മറഞ്ഞു നിന്നു. അതിൻ്റെ ഭാഗമായി ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറി നിന്നു. അവൻ്റെ ജീവിതത്തിൽ നിന്നും മാറിക്കൊടുക്കണമെന്ന് കരുതിയാണ് അങ്ങനെയെല്ലാം ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. തൻ്റെ ജീവിതം വരെ വേറെ ദിശയിലേക്ക് മാറ്റുന്ന കോളായിരിക്കും അതെന്ന് അവളും അറിഞ്ഞില്ല. ഹലോ, ഇത് പാർവണിയല്ലേ? അതെ, ആരാണ്? ഞാൻ ശിവയുടെ ഡാഡിയാണ്. അത് കേട്ടതും ഒന്നും പറയാനാവാതെ പാർവണ നിശബ്ദമായി നിന്നു. കാര്യങ്ങളെല്ലാം പാർവണ അറിഞ്ഞു കാണുമല്ലോ. സത്യ, അവൾ ശിവയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ശിവയ്ക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷെ നീയുമായുള്ള കല്യാണാണ് അവനെ സത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? പാർവണ ധൈര്യത്തോടെ ചോദിച്ചു. ഡിവോഴ്സ്, ഒരു മ്യൂച്വൽ ഡിവോഴ്സാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് ഉടൻ അവിടെ എത്തും. അതിലൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ശിവ, എനിക്ക് വിട്ടുതരാൻ പറ്റില്ല. അവനില്ലാതെ എനിക്ക് ജീവിക്കാനും കഴിയില്ല. അവനെ നിന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണേ? എന്നെ വേണ്ടെങ്കിൽ എന്താ? അവനെന്തിനാ എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നത്? ഡിവോഴ്സ് നോട്ടീസിൽ നിന്ന് നിങ്ങളുടെ സൈൻ വാങ്ങാൻ. ഇല്ല, നിങ്ങൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ നീ ഡിവോഴ്സ് തരില്ല എന്നാണ് പറയണേ? അതെ, ഞാൻ തരില്ല. ശിവയ്ക്ക് എന്നെ വേണ്ടെങ്കിലും ഞാൻ മാത്രമായിരിക്കും അവസാനം വരെ അവന്റെ ഭാര്യസ്ഥാനത്തുണ്ടാകുള്ളൂ. സ്വന്തം ഭർത്താവിനെ കാമുകിക്ക് വിട്ടുകൊടുക്കാൻ മാത്രമുള്ള സഹായ മനസ്സൊന്നും എനിക്ക് ഇല്ല. എനിക്ക് ഒരിക്കലും അവനോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകില്ല. പക്ഷേ അവന്റെ ഭാര്യയായി ഈ പാർവണ മാത്രമേ ഉണ്ടാവുള്ളൂ. നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? എന്റെ തനി സ്വഭാവം നിനക്ക് അറിയില്ല. എന്നോട് അധികം കളിക്കാൻ നിന്ന കൊന്നു തള്ളും നിന്നെ ഞാൻ. നിങ്ങളുടെ ഭീഷണിയൊന്നും നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഇതിലൊന്നും പേടിക്കുന്നവരല്ല ഈ പാർവണ. ജീവിക്കാൻ പോലും ഒട്ടും ആഗ്രഹമില്ലാതെ നടക്കുന്നവളാണ് ഞാൻ. നിന്നെ കൊന്നില്ലാതാക്കിയിട്ടാണെങ്കിലും ഞാൻ സത്യക്ക് അവനെ നേടിക്കൊടുക്കും. വെല്ലുവിളികൾക്ക് മുമ്പില് ഒരു കാര്യം ആലോചിക്കണം. നിനക്ക് മരിക്കാൻ ഭയമില്ലായിരിക്കാം, പക്ഷെ ഇതുവരെ ലോകം കണ്ടിട്ട് പോലും ഇല്ലാത്ത നിന്റെ കുഞ്ഞിനോ? പാവം, ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ മരിക്കാനായിരിക്കും അതിന്റെ വിധി. അയാൾ പറയുന്നത് കേട്ട് പാർവണയുടെ മനസ്സിൽ ഒരു തരം ഭയം വന്ന് നിറയാൻ തുടങ്ങിയിരുന്നു. അവൾ തന്റെ കൈ വയറിനു മുകളിൽ വെച്ചു. ഒരാളെ കൊല്ലാൻ എനിക്ക് ഒരു മടിയില്ല. അതെന്റെ സത്യമോളുടെ സന്തോഷത്തിനാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. അനുരാഗ്, അവൻ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്ന നീയും കണ്ടതല്ലേ? എന്റെ കയ്യിലെ കത്തി അവന്റെ ഓരോ അവയവങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നതും നീയും കണ്ടതല്ലേ? അയാൾ പറയുന്നത് വിശ്വസിക്കാനാവാതെ പാർവണ നിന്നു. അന്ന് അനുരാഗിനെ കൊന്നത് നിങ്ങളായിരുന്നോ? അതെ, എന്റെ ഈ കൈകൾ കൊണ്ടാണ്. എന്റെ സത്യമോളുടെ ജീവിതം ഇല്ലാതാക്കി അവന്റെ ജീവൻ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ടാണ് എടുത്തത്. എനിക്ക് നിന്റെയും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി. വേണ്ട, അവൾ ഒരു പതർച്ചയോടെ പറഞ്ഞു. അനുരാഗ് കൊല്ലപ്പെട്ടത് ആലോചിക്കും തോറും അവളുടെ മനസ്സിൽ ഭയം വല്ലാതെ നിറഞ്ഞു വന്നു. ഞാൻ നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ കുഞ്ഞിനെ വെറുതെ വിടണം. അതാദ്യമേ അങ്ങ് പറയായിരുന്നില്ല പാർവണ. എങ്കിലും ഈ ഭീഷണിയുടെ ആവശ്യം ഉണ്ടായിരുന്നു? അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. ഉടൻ അവിടെ ഡിവോഴ്സ് നോട്ടീസ് എത്തും. അതിൽ സൈൻ ചെയ്യണം. പിന്നെ ശിവയുടെ മുന്നിൽ ഇനി പോവാൻ പോലും പാടില്ല. അവന്റെ കണ്ണെത്താത്തവരിടത്തേക്ക് പോയിരിക്കണം. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. വെരി ഗുഡ്.
അത് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. പറഞ്ഞ പോലെ ഡിവോഴ്സ് നോട്ടീസ് വന്നു. അതിൽ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു തരം വാശിയായിരുന്നു, ആർക്കും ഒരു ബാധ്യതയാകാതെ സ്വന്തം കാലിൽ നിന്ന് കുഞ്ഞിനെ വളർത്തണമെന്ന്. അന്ന് നിർബന്ധിച്ച് എക്സാം എഴുതിപ്പിച്ച ശിവയും ദേവുവിനെ അവൾ നന്ദിയോടെ ഓർത്തു. ആരുവിനോട് അയാൾ ഭീഷണിപ്പെടുത്തിയ കാര്യമൊന്നും പറഞ്ഞില്ല. ശിവ കാണാത്ത ഒരിടത്തേക്ക് പോകണമെന്ന് മാത്രം പറഞ്ഞു. ആദ്യമൊക്കെ അവൻ എതിർത്തു. സമ്മതിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനും സമ്മതിക്കേണ്ടി വന്നു. നാട്ടിൽ നിന്നും ആദ്യം പോയത് ഹൈദരാബാദിലേക്കാണ്. അവിടെ അവൾ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അടുത്തുള്ള ഒരു കമ്പനിയിൽ ആരുവും. നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു ഞാൻ എവിടെയാണെന്ന്. അമ്മ എന്നെക്കുറിച്ച് പറഞ്ഞ് എന്നും ആരുവിനെ വിളിച്ചു കരയും. പക്ഷെ ഞാൻ കൂടെ ഉണ്ടെന്ന് ആരുവിനോട് ആരോടും പറയരുതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. കണ്ണനൊഴിച്ച് വേറെ ആർക്കും താൻ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ മറ്റാരെങ്കിലും അറിഞ്ഞാൽ അത് ശിവ അറിയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഹൈദരാബാദിലെ ജോലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കൊൽക്കത്തയിലേക്ക് എത്തി. 5 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് കൊൽക്കത്തയിൽ എത്തിയത്. തനിക്ക് സഹായത്തിന് ഒരു പെൺകുട്ടി വേണമെന്ന് മനസ്സിലായപ്പോൾ കണ്ണൻ രശ്മിയെ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. കണ്ണനും രശ്മിയും ഇവിടേക്ക് വന്നതിനാൽ ആരു നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു. ഡെലിവറിയുടെ അടുക്കും തോറും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു സഹായമായി സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ രശ്മിയും കണ്ണനും കൂടെ നിന്നു. കുഞ്ഞുകൂടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതം മറ്റാരും ദിശയിലേക്ക് മാറിപ്പോയി. ലോകം മുഴുവൻ കുഞ്ഞിലേക്ക് ഒതുങ്ങിപ്പോയി. എത്രയൊക്കെ അകന്നാലും ശിവയുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ എല്ലാം ഇട്ടറിഞ്ഞ് ശിവയുടെ അരികിലേക്ക് ഓടിപ്പോകാൻ തോന്നും. പക്ഷേ എൻ്റെ കുഞ്ഞ് സത്യ എല്ലാം ആലോചിക്കുമ്പോൾ വേണ്ട എന്ന് വയ്ക്കും. ശിവയുടെ പേരിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ശിവാംശി എന്നാണ് മോൾക്ക് പേരിട്ടത്. അല്ലെങ്കിലും അവൾ ശിവയുടെ അംശമാണല്ലോ. ഞാൻ ശിവമോളെ എന്ന് വിളിക്കും. കണ്ണനും രശ്മിയും നെച്ചുമോൾ എന്നാണ് വിളിക്കാറുള്ളത്. കണ്ണനും മോളെ ജീവനാണ്. ദിവസം മോളെ കണ്ടില്ലെങ്കിൽ അവന് ഉറക്കം പോലും വരില്ല. 5 മാസങ്ങൾക്ക് മുമ്പ് ശിവയുടെ അച്ഛൻ ഒരിക്കൽ കൂടെ വിളിച്ചിരുന്നു. ശിവയുടെയും സത്യയുടെയും വിവാഹം കഴിഞ്ഞു എന്ന് പറയാൻ. എല്ലാത്തിനും ഉത്തരം ഒരു മൂളിൽ ഒതുക്കി. പക്ഷേ ഇന്ന് മനസ്സിലാക്കുന്നു എല്ലാം അയാളുടെ ചതിയായിരുന്നുവെന്ന്. പക്ഷെ ചില തെറ്റുകൾ അങ്ങനെയാണല്ലോ. എൻ്റെ എടുത്തും ചാട്ടം കൊണ്ടോ കാലക്കേട് കൊണ്ടോ ജീവിതം തിരുത്താൻ കഴിയാത്ത ഒരു തെറ്റിൽ വന്നു നിൽക്കുന്നു. കഴിഞ്ഞത് ഓർത്ത് വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. ഇനി ദൈവം തന്നത് തന്നെ തീരുമാനിക്കട്ടെ എന്തു ചെയ്യണമെന്ന്. ഓരോന്നോർത്ത് അവൾ കണ്ണടച്ചിരുന്നു. അതേസമയം റൂമിലെത്തി ശിവയ്ക്ക് ആകെ പ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു. പാർവണി ഇവിടെയുള്ള കാര്യം ആരുവിനും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൾ ഇവിടെ എത്തി? ആരുടെയും സഹായം ഇല്ലാതെ അതിന് കഴിയോ? അവൾ ആരായിരിക്കും വിവാഹം ചെയ്തത്? അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം കൊണ്ട് റൂമിലുള്ള എല്ലാ സാധനങ്ങളും തട്ടിമറിച്ചിട്ടു. അവസാനം ഒരു ക്ഷീണത്തോടെ അവൻ ബെഡിൽ വന്ന് കിടന്നു. എങ്ങനെ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയി. രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാർവണയ്ക്ക് തീരെ താല്പര്യം തോന്നിയില്ല. ശിവയെ എങ്ങനെ ഫേസ് ചെയ്യുന്നായിരുന്നു അവളെ കൂടുതൽ ടെൻഷനാക്കിയത്. ഇത്രയും കാലം താൻ ചെയ്തതായിരുന്നു ശരി എന്നുള്ളത് കൊണ്ട് അവന്റെ മുമ്പിൽ പോകാൻ ഇന്നലെ വരെ ഒരു മടിയും തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. തൻ്റെ ഭാഗത്തും താൻ പോലും അറിയാതെ പല തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് അവന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുമുണ്ട്. അവന്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. ഇനി അത് മാറ്റാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. അവൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. അവിടെ തന്നെ കാത്ത് കണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ രശ്മിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ ഫ്ലാറ്റിൽ കൊണ്ടുവന്നാക്കും. തിരിച്ചു പോകുന്ന വഴി എന്നെ ഹോസ്പിറ്റലിലേക്ക് ആക്കും. ഞാൻ കാരണം അവരും കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ ബൈക്കിന് പിന്നാലെ കയറി അവൾ ഹോസ്പിറ്റലിൽ എത്തി. ശിവ ഹോസ്പിറ്റലിനുള്ളതിനാൽ കണ്ണനെ അവൻ കാണരുതെന്ന് കരുതി ഹോസ്പിറ്റൽ ഗേറ്റിന് പുറത്താണ് പാർവണ ഇറങ്ങിയത്. കണ്ണൻ യാത്ര പറഞ്ഞു പോയതും അവൾ പതിയെ നടന്നു. ഗേറ്റ് കടന്ന് ഹോസ്പിറ്റലിലേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ ചെന്നെത്തിയത് ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്ന 2 പേരിലേക്കായിരുന്നു. സത്യ! ശിവയ്ക്കൊപ്പം അവളെ കണ്ടതും പാർവണിയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ സങ്കടം നിറഞ്ഞു നിൽക്കുന്ന പോലെ. സത്യ എന്തിനാണ് ഇവിടേക്ക് എത്തിയേ? ശിവയെ അന്വേഷിച്ചായിരിക്കോ? എന്തിനാ ഭഗവാൻ എന്നെങ്ങനെ പരീക്ഷിക്കണേ? എല്ലാം ഉപേക്ഷിച്ച് ഓരത്തേക്ക് വന്നതല്ലേ? എന്നിട്ടും പഴയതെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ എൻ്റെ കൺമുന്നിലേക്ക് തന്നെ ഇവരെ കൊണ്ടുവന്നേ? നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൾ നേരെ അകത്തേക്ക് പോയി. സ്റ്റാഫ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. മായ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തമ്പുരാട്ടിക്ക് നേരത്തെയും കാലത്തും വരാനൊക്കെ അറിയാലേ?
പാർവണയെ നോക്കി പുച്ഛത്തോടെ മായ ചോദിച്ചു. എന്നാൽ പാർവണ ഒന്നും കേൾക്കാതെ തന്റെ സീറ്റിൽ ചെന്നിരുന്നു. എല്ലാ ആണുങ്ങളെ ഇങ്ങനെ മയക്കെടുക്കാൻ നിനക്ക് ഇവിടുന്ന് ഇത്രയും ബുദ്ധി കിട്ടിയേ? കാണുന്നവരൊക്കെ നിന്റെ പിന്നാലെ തന്നെയാണല്ലോ. മായ അവളെ നോക്കി ചോദിച്ചത് ഒന്നും മനസ്സിലാവാതെ പാർവണ സീറ്റിൽ നിന്നും അവളുടെ അരികിലേക്ക് എണീറ്റ് വന്നു. എന്താ മാഡം, മനസ്സിലായില്ല? അവൾ സംശയത്തോടെ ചോദിച്ചു. ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ മയക്കെടുക്കാൻ നിനക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയുമായിരുന്നു. മാഡം എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ആരെ മയക്കെടുത്തു എന്നാണ് പറയണേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ആദ്യം ഇവിടെ ജോസഫ് ഡോക്ടറെ ആയിരുന്നു, അത് കഴിഞ്ഞ അയാളുടെ മകനെ. നിന്നെ കാണുമ്പോ സ്റ്റീഫൻ ഡോക്ടറുടെ മുഖത്ത് വീഴുന്ന ഭാവങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഇന്നലെ ഇവിടെ വന്ന് കയറിയ ശിവരാഘവൻ ഡോക്ടറെ പോലും നീ വെറുതെ വിട്ടില്ലാലോ. നിനക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു? നിനക്കും വീട്ടിലൊരു ഭർത്താവും കുട്ടിയൊക്കെ ഉള്ളതല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു. ഞാനല്ല, നീയാണ് സൂക്ഷിക്കണ്ടേ. ഒരേ സമയം 5-6 പേരെ കറക്കി ഇങ്ങനെ എടുക്കുമ്പോ അവസാനം നീ തന്നെ പെട്ടുപോകും. മാഡം എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കണേ. ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് ആരെയും കറക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതെ, ഞാൻ ഈ ലോകത്ത് തന്നെ ജീവിക്കണേ. എന്റെ കൺമുന്നിൽ നടക്കുന്നത് എനിക്കും കാണാം. മാഡം പ്ലീസ്, ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നു നിൽക്ക. അതിനിടയിൽ ആവശ്യമില്ലാതെ ഓരോന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കരുത്. ഞാൻ പറയൂടി, ഇല്ലാത്തതൊന്നല്ലല്ലോ, നേരി കാണുന്നത് തന്നെയല്ലേ. നാണല്ലേ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ? പോയി ചത്തൂടെ. ജോസഫ് ഡോക്ടർ നിന്റെ അച്ഛന്റെ പ്രായം ഉണ്ടാവുമല്ലോ, എന്നിട്ട് പോലും. ഛേ, മായ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അതെ, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ ആ ഡോക്ടറെ കണ്ടിരുന്നത്. നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നീ ഇനി വലിയ സത്യവതി ആവാനൊന്നും നിൽക്കണ്ട. ഇവിടെയുള്ള എല്ലാവർക്കും നിന്റെ സ്വഭാവം അറിയാം. എന്ത് കണ്ടിട്ടാ നിന്റെ പിന്നാലെ ഇവരിങ്ങനെ നടക്കണേ? നോക്കിക്കോ, ഇതിനെല്ലാം നിനക്കൊരു ദിവസം തിരിച്ചടി കിട്ടും. അതെല്ലാം കേട്ട് പാർവണയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ മുഖം കുത്തി നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇങ്ങനെ കരഞ്ഞു കാണിച്ച പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നീ പഠിച്ച കള്ളിയാട്ടാ, മായ അവളെ നോക്കി പറഞ്ഞു. പാർവണ ഒന്നും കേൾക്കാൻ ത്രാണിയില്ലാതെ നിലത്തിരുന്ന് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. രാവിലെ സത്യയുടെ കോൾ കേട്ടാണ് ശിവ ഉണർന്നത്. അവൾ അവിടെ എത്തിയിട്ടുണ്ടെന്നും ഒന്ന് കാണണം എന്നും പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാൻ ടൈം ആയതിനാൽ അവിടേക്ക് വരാമെന്നും അവളോട് പറയുകയും ചെയ്തു. എന്തിനാണ് അവൾ എന്നെ കാണാൻ വരുന്നതെന്ന് എന്നൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഹോസ്പിറ്റലിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ കല്യാണമാണ് അടുത്ത മാസം, കണ്ണൻ വരണം. കയ്യിലുള്ള വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്, അവൾ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. താങ്ക് യു. ഇയാൾ ഇവിടെയാന്ന് പപ്പ പറഞ്ഞു. എന്തായാലും നാട്ടിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ തന്നെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ആൽബർട്ട് എന്നാണ് ആളുടെ പേര്. ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആദ്യമൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എൻ്റെ പിന്നാലെ നടന്നു. ആദ്യമൊക്കെ ശല്യായിരുന്നു, പിന്നെ എപ്പോഴും എനിക്കൊരു ഇഷ്ടം തോന്നി. പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പയ്ക്കും സമ്മതമായിരുന്നു. അതുകൊണ്ട് കല്യാണം നടത്താമെന്ന് വിചാരിച്ചു. അധിക കാലത്തെ പ്രണയമൊന്നുമില്ല കേട്ടോ, 3 മാസം ആവുന്നേ ഉള്ളൂ. എന്തായാലും ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ, നല്ല കാര്യം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എന്നാൽ നമുക്ക് പിന്നെ കാണാം. ശിവ യാത്ര പറഞ്ഞ കാർഡും കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി. പഴയതൊന്നും ഓർമ്മയില്ലാത്തടത്തോളം കാലം സത്യം കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ടതില്ല. ഇനി അവളുടെ കല്യാണം കഴിഞ്ഞാൽ എന്നെ അന്വേഷിച്ചു വരില്ലെന്ന് ഉറപ്പായി. ശിവയ്ക്കും മനസ്സിൽ വല്ലാത്തൊരു സമാധാനമായിരുന്നു. പക്ഷേ പാർവണ, അവൾക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് എനിക്ക് സാധ്യമല്ലല്ലോ. അത് മനസ്സിലെന്നും ഒരു വേദനയാണ്. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയ ശിവ കാണുന്നത് മായയെയും അവൾക്ക് തൊട്ടു മുമ്പിലായി നിലത്തിരുന്ന് പൊട്ടിക്കരയുന്ന പാർവണയുമാണ്. അവന് മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്ന പോലെ തോന്നി. കുഞ്ഞേ, ഓടിച്ചെന്ന് അവൻ പാർവണയുടെ അടുത്തിരുന്നു. എന്തിനാടാ കരയണേ? എന്താ പറ്റിയേ? ശിവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ പാർവണ മറുപടി ഒന്നും പറയാതെ കരയുക മാത്രമാണ് ചെയ്തത്. എനിക്ക് കുഞ്ഞ്. ശിവ അവളെ താഴെ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി. പറയ്, എന്തിനാ കരയണേ? ആരെങ്കിലും പറഞ്ഞോ? അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ശിവ ചോദിച്ചു. അതേസമയം അവന്റെ മുഖത്തെ വാത്സല്യവും അവന്റെ കണ്ണിൽ വിരിയുന്ന പ്രണയവും പാർവണയുടെ ഹൃദയത്തെ കൂടുതൽ സങ്കടപ്പെടുത്തിയിരുന്നു.
എന്നെ ഇത്രയേറെ സ്നേഹിച്ചിട്ട് ഞാൻ സങ്കടപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ വേഗം അവൻ്റെ കൈയെടുത്ത് മാറ്റി പുറത്തേക്ക് ഓടി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു മായ. പാർവണി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഡോക്ടർ, ഞാനെന്ത് പറയാനാ? പിന്നെന്തിനാ അവൾ കരഞ്ഞത്? എനിക്കറിയില്ല ഡോക്ടർ. താനീ പറഞ്ഞത് കള്ളാന്നറിഞ്ഞ ബാക്കി ഞാൻ അപ്പ പറയാം. ശിവ കൈ ചൂണ്ടി താക്കിയതോടെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും പിന്നിൽ നിന്ന് മായ വിളിച്ചു. സാറ് ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം അവൾ സാറിന്റെ ആരാ? ഇന്നലെ ഒരു ദിവസത്തെ പരിചയമല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ? മായ സ്വയം കടുപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. പിന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പാടി നടക്കാൻ നിൽക്കരുത്, അല്ലെങ്കിലും തനിക്ക് കുറച്ച് പരദൂഷണം പറയുന്ന കൂടുതലാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഡോക്ടർ, അവിടെ അവിടെ പാർവണ! ഒരു നേഴ്സ് പെട്ടെന്ന് ഓഫീസ് റൂമിലെത്തി വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു. പാർവണ എന്ന പേര് കേട്ടതും ശിവ വേഗം പുറത്തേക്ക് ഓടി. ഓഫീസ് റൂമിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റെയറിന് അടുത്ത് കുറെ ആളുകൾ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും വകഞ്ഞു മാറ്റി ശിവ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ സ്റ്റെപ്പിന്റെ താഴെ ഒരു നേഴ്സിന്റെ മടിയിൽ കിടക്കുന്ന പാർവണ. പാർവണ! ശിവ വിളിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ഇരുന്നു. നേഴ്സിന്റെ മടിയിൽ തലവെച്ചാണ് അവൾ കിടക്കുന്നത്. ആ നേഴ്സ് കുറെ അവളെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അവൾ എഴുന്നേൽക്കുന്നില്ല. എന്താ എന്താ പറ്റിയേ? ഞാൻ വരുമ്പോ പാർവണ സ്റ്റെയർ ഓടി ഇറങ്ങായിരുന്നു. പെട്ടെന്ന് കാല് തെറ്റി വീണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, നേഴ്സ് ടെൻഷനോടെ പറഞ്ഞു. പാർവണ! പാർവണ! ശിവ അവളുടെ മുഖത്തേക്ക് കുറെ തട്ടി വിളിച്ചു, പക്ഷെ എഴുന്നേൽക്കുന്നില്ല. നേഴ്സിന്റെ മടിയിൽ നിന്നും പാർവണയുടെ തല ഉയർത്തിയതും ശിവയുടെ കയ്യിലൂടെ രക്തം ഒഴുകി വരാൻ തുടങ്ങി. അതുകൊണ്ട് അവനും ഒന്ന് പേടിച്ചു നിന്നു. ശേഷം പെട്ടെന്ന് തന്നെ അവളെ കോരിയെടുത്ത് സ്റ്റെയർ കയറി ICUവിലെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴേക്കും ഡോക്ടർമാർ അവിടെ എത്തിയിരുന്നു. ശിവയ്ക്കാണെങ്കിൽ പേടി കൊണ്ട് കൈയും കാലും ആകെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കുന്നു, ഞങ്ങളൊന്ന് നോക്കട്ടെ, കൂട്ടത്തിലുള്ള ഡോക്ടർ പറഞ്ഞതും പിന്നാലെ വന്ന നേഴ്സുമാരും മറ്റും പുറത്തേക്ക് ഇറങ്ങി. ശിവ അവളെ നോക്കി അവിടെ തന്നെ നിന്നു. ഡോക്ടർ ഒരു കോട്ടൺ പഞ്ഞിയെടുത്ത് അവളുടെ തലയിലെ മുടിയെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. സ്റ്റിച്ച് ഇടേണ്ടി വരും, ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു. ഡോക്ടർ അവളുടെ നെറ്റിയെ സ്റ്റിച്ച് ഇടാൻ തുടങ്ങി. അത് കണ്ട് ശിവ പതിയെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. കുഴപ്പമൊന്നുമില്ല, വീണപ്പോ പെട്ടെന്ന് പേടിച്ചു എന്ന് തോന്നുന്നു, അതാ ബോധം പോയത്. തലയിൽ ചെറിയൊരു മുറിവുണ്ട്, അത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ ബോധം തെളിയും, ഡോക്ടർ അവിടെ കൂടെ നിന്ന് എല്ലാവരോടായി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. എല്ലാവരും പോയി എന്ന് കണ്ടതും ശിവ വാതിൽ തുറന്നകത്തേക്ക് കയറി. ബെഡിൽ കിടക്കുന്ന പാർവണയെ കണ്ടതും അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ പതിയെ അവളുടെ അരികിൽ വന്നിരുന്നു. നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ടെന്നല്ലാതെ പേടിക്കാനൊന്നുമില്ല. എന്നാൽ അവളെ പെട്ടെന്ന് അങ്ങനെ ഒരവസ്ഥയിൽ കണ്ടപ്പോൾ പേടിച്ചുപോയി. ഡോക്ടർ ആയിരുന്നിട്ട് കൂടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ശിവ അവളുടെ നെറുകിൽ പതിയെ ഒന്ന് തലോടി. എന്താ കുഞ്ഞ് നീ കാണിച്ചേ? സൂക്ഷിച്ച് നടക്കണ്ടേ? അവൻ പതിയെ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. അപ്പോഴാണ് അവളുടെ സാരിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഗോൾഡൻ ചെയിൻ കണ്ടത്. ചെറിയൊരു സംശയത്തോടെ അവൻ പുറത്തേക്ക് എടുത്തു. അത് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അത് തന്നെയാണ് ഇത്, ഞാൻ ചാർത്തിയ താലി. നിന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനും നിന്റെ താലി കഴുത്തിലിടണം? അപ്പോൾ ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ശിവയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നിങ്ങളുടെ ചോദ്യമെല്ലാം കണ്ടു. എല്ലാവരും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ശിവയോട് പറഞ്ഞില്ല എന്ന് പാർവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന, അതുകൊണ്ടാണ് അവരൊന്നും ആരോടും പറയാതിരുന്നത്. പിന്നെ ദേവയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം ശരി, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നില്ലേ? ബൈ, താങ്ക് യു.